ഈ 3 കോണ്ടോപ്പ് എടുത്താലും നമുക്ക് എന്താ സെയിം സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? സെയിം സാറ്റിസ്ഫാക്ഷൻ, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക അല്ലെ? ആദ്യത്തെ കോണ്ടാപ്പ് കഴിച്ചാലും രണ്ടാമത്തെ കോണ്ടാപ്പ് കഴിച്ചാലും മൂന്നാമത്തെ കോണ്ടാപ്പ് കഴിച്ചാലും എന്താ നമുക്ക് സെയിം അല്ലെ? മൂന്നിനും രുചി എന്ന് പറയുന്നത് എന്താ സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഇതുപോലെ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഗുഡ്സ് എന്താ നമ്മൾ ബണ്ടിൽസ് എന്ന് പറയും അല്ലെ? നമ്മൾ പറഞ്ഞു നമുക്ക് എന്താ X1 X2 ഇങ്ങനെ 2 ബണ്ടിൽസ് ഉണ്ടല്ലോ. ഈ ബണ്ടിൽസ് നമ്മൾ എന്താ ഒരു ഗ്രാഫിൽ കാണിക്കും. ഓക്കെ, ആ ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ ഇൻഡിഫറൻസ് കർവ് എന്നാണ് മക്കളെ വിളിക്കുന്നത്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നാണ് വിളിക്കുന്നത്. അഥവാ നമ്മൾ പറയും IC കർവ് എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ഓക്കെ, കാരണം എന്താ ഇവിടെ നോക്കി ഇതൊരു കർവാണ്. ഇവിടെ ഇരിക്കുന്ന ഈ A എന്ന ബണ്ടിൽ എടുത്താലും ഈ B എന്ന ബണ്ടിൽ എടുത്താലും എന്താ നമുക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അതാണ് എന്ത് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ സാധനം? നോക്കിയേ, ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ ബണ്ടിൽസ് ദാറ്റ് ഗീവ് ദ കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നോക്കിയേ, മിസ് ഇവിടെ പഠിച്ചു കാണിക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിൽ എന്താ ഇവിടെ നമുക്ക് ഇങ്ങനെ ഗുഡ്സ് ഉണ്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ്, നമ്മുടെ IC കർവ് എന്ന് പറയുന്നത്. IC നമുക്ക് കൊടുക്കാം. ഇവിടുത്തെ ഈ ഒരു ബണ്ടിൽ എടുത്താലും ഈ ഒരു ബണ്ടിൽ എടുത്താലും നമുക്ക് എന്താ കസ്റ്റമേഴ്സിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. കോൺവെക്സ് ഷേപ്പിലാണ്. നോക്കി ഇങ്ങനെ C പോലെയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്നത്.